ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിഫർ ഫോംസ്. അതിലെ അവസാനത്തെ പ്രോബ്ലംസാണ്. പേജ് നമ്പർ 82ലെ പ്രോബ്ലംസാണ്. ഇതിനു മുമ്പുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 69, ദെൻ പേജ് നമ്പർ 71, ദെൻ പേജ് നമ്പർ 74, ദെൻ പേജ് നമ്പർ 79 ആൻഡ് ലാസ്റ്റ് പേജാണ് പേജ് നമ്പർ 82 ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ റോഡ് 14.7 മീറ്റേഴ്സ് ലോങ് എ പീസ് 7.75 മീറ്റർ ലോങ് ഈസ് കട്ട് ഓഫ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? അപ്പോൾ ഇതിൽ നമുക്ക് വായിച്ചാൽ അറിയാം സബ്സ്ട്രാക്ഷൻ ആണ്, മൈനസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് പേജ് നമ്പർ 79 നമ്മുടെ അഡീഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഇതിൽ സബ്സ്ട്രാക്ഷനാണ്. ഓക്കെ, അപ്പം ഫ്രം എ റോഡ് 14 നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്സൊക്കെ തന്നെയാണ്. 14.7 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് 14710 അല്ലേ, 147/10. ഓക്കെ, പിന്നെ അതേപോലെ 7.75 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര ഇരിക്കണം? 2 സീറോസ് വേണം അല്ലേ, 100. അപ്പോൾ 775. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 775/100. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എന്താണ്, ഇവിടെ 10ഉം ആണ്, ഇവിടെ 100ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഈക്വൽ ആക്കണം, എന്നാലേ നമ്മുടെ ആൻസർ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്രിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14.7 മീറ്റേഴ്സ് മൈനസ് 7.75 മീറ്റേഴ്സ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 14.7 മീറ്റേഴ്സിനെ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് 147/10 കിട്ടി. ഓക്കെ, 7.75 മീറ്റേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 775/100ഉം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 10ഉം ആണ്, ഇവിടെ 100ഉം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും 100ലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ 147നെ എന്ത് ചെയ്തു? 147/10. അതിനെ നമ്മൾ 100ലേക്ക് മാറ്റാൻ 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 100 കിട്ടിയ? 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 100 കിട്ടിയ. 147 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താണ്? നമുക്ക് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 1470 കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്തായി? നമുക്ക് സെറ്റായി, രണ്ടും 100ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 1470 ഡിവൈഡഡ് ബൈ 100 മൈനസ് 775/100. ഓക്കെ, നമ്മൾ 1470നെ 775 1470 775 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ ബോറോ ചെയ്തു, 10 കിട്ടി. 10 5 പോയാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ 6ന്ന് 7 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ബോറോ ചെയ്തു. അപ്പോൾ 16 ആയി. 16 മൈനസ് 7 എത്രയാണ്? 9 ആണ്. ഇവിടെ പിന്നെ 3 ആണ്. 3 കൊണ്ട് നമുക്ക് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ബോറോ ചെയ്തു. അപ്പോൾ 13 ആയി. 13 മൈനസ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 695/100. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡെസിമൽ ഫോമിലാക്കണം. 695/100 എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ എവിടെയാണ് പോയിൻ്റ് ഇടുക? ഇവിടെ 2 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേസ് കഴിഞ്ഞു, 2 പ്ലേസ് കഴിഞ്ഞു, ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് ഇടേണ്ടത്. നമ്മുടെ ആൻസർ എത്രയാണ്? 6.95 മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് എന്താണ്? ദർ വാസ് 38.7 kilograms ഓഫ് റൈസ് ഇൻ എ സാക്ക് ആൻഡ് 12.350 kilograms ഓഫ് ദിസ് ഈസ് യൂസ്ഡ് അപ്പ്. ഹൗ മച്ച് ദ റൈസ് റിമെയിൻ ഇൻ ദ സാക്ക്? ഒരു ചാക്കിൽ 38.7 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 12.350 കിലോഗ്രാം ഉപയോഗിച്ചു. അപ്പോൾ ബാക്കിയുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ബാക്കി നമ്മളെന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം, എന്നിട്ട് തിരിച്ച് ഡെസിമൽ പോയിൻറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
റിമൈനിങ് റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് എന്താണ് 38.7 കിലോഗ്രാം മൈനസ് 12.350. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ 38.7 നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണുള്ളത്. അപ്പം 387/10. ഓക്കെ, ഇനി 12.350 നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞ് 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിലും 3 പ്ലേസ് ഉണ്ട്, അതായത് 1000. അപ്പോൾ 12,350/1000. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1000 ആണ്, ഇത് എന്താണ് 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 100 കിട്ടി. അതേപോലെ 387 നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 3870 കിട്ടി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ആൻസർ എത്രയാണ്, 3870/100. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു 0 കുറഞ്ഞിട്ടുണ്ട്. അതെന്താ, നമ്മൾ 0യും കട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ല, ഈക്വലാണ്. അപ്പോൾ 1235/100. ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ എന്താണ്, 38.7 നമുക്ക് 3870/100. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ 387/10 ചെയ്തു. പക്ഷേ ഇവിടെ 1000 ഉള്ളത് കൊണ്ട് നമ്മൾ 1000നെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ 100 ആയി. അപ്പോൾ 100 ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ 100 ആക്കാൻ വേണ്ടി 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 387 × 10 3870, 10 × 10 100. ഇവിടെ 12,350/1000 ആണ്. ഇവിടെ സീറോസ് എക്സസ് ആയിട്ട് വന്നു. അപ്പോൾ 2 സീറോസിനെയും കട്ട് ചെയ്താൽ അത് ഈക്വലായി. അപ്പോൾ 1235/100. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 3870/100 നിന്നും 1235/100 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ 3870 - 1235 ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 2635/100 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലവണ്ണം മൈനസൊക്കെ ചെയ്യുക. അത് തെറ്റിയാലും നമ്മുടെ ആൻസർ മൊത്തം കൊളാവും. അതുകൊണ്ട് മൈനസും ഒക്കെ നമ്മൾ കറക്റ്റ് ബോറോ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ബോറോ ചെയ്ത് അങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2635/100 ആണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്താൽ, നമുക്ക് താഴെ എത്ര സീറോസാണുള്ളത്, 2 സീറോസാണുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലേസ് മാറ്റിയിട്ട് കുത്തിടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 26.35 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 24 സെൻറ്റിമീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2l+b ആണ്. അതാണ് ഇവിടെ 24 എന്ന് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ b ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് l+b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ 2l+b ആണ് 24. അപ്പോൾ l+bനെ മാത്രമാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, 24/2 ദാറ്റ് ഈസ് 12. ഈ 12 എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 12 എന്ന് ലെങ്ത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ദ സം ഓഫ് 1 ലെങ്ത് ആൻഡ് 1 വിഡ്ത്ത് ഈസ് ഹാഫ് ദ പെരിമീറ്റർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 24/2. അപ്പോൾ 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് l+b ആണ്. ഈ 12 സെൻറ്റിമീറ്റർ അതിൽ നമുക്ക് ലെങ്ത് ഓഫ് അതർ സൈഡ് തന്നിട്ടുണ്ട്. ഏതാണ്, 6.4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്, 12 സെൻറ്റിമീറ്ററിൽ നിന്ന് ഈ 6.4 സെൻറ്റിമീറ്റർ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 12/1 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ മീറ്ററിലേക്ക് ഇവിടെ നോക്കൂ, 6.4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം ഇവിടെ 64/10 ആണ്. അപ്പോൾ ഈ 12നെ 12/1 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ 10 ആണുള്ളത്. അപ്പോൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 120/10 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 120/10 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇതിനെ നമ്മൾ 6.4 സെൻറ്റിമീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ 64/10 കിട്ടും. ഈ 12 എന്ന് പറയുന്നത് ബേസിക്കലി 12/1 ആണ്. അത് ഏത് നമ്പർ എടുത്താലും 30 എന്ന് പറയുമ്പോൾ 13/1 ആണ്. പക്ഷേ നമ്മൾ അത് ഇടാറില്ല. അപ്പോൾ 12/1 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെയും 10 ആക്കണ്ടേ. അപ്പോൾ നമ്മൾ 10 × 10 ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 12 × 10 120, 1 × 10 10.
ഓക്കെ, അങ്ങനെയാണ് നമുക്കത് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 120/10 മൈനസ് 64/10. അപ്പോൾ നമ്മൾ ചെയ്തു 120നെ 64 മൈനസ് ചെയ്താൽ എത്രയാണ്? ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ കടെടുത്തു. 10ന്ന് 4 പോയാൽ 6, പിന്നെ ഇവിടെ 11 അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒന്നും കൂടി ബോറോ ചെയ്തു. 11ന്ന് 6 പോയാൽ 56. അപ്പോൾ 56/10 കിട്ടി. ഈ 56/10ന് ഒരു 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ കുത്തിടും? ഒരു പ്ലേസ് മാറ്റി കുത്തിടും. അപ്പോൾ 5.6 സെൻറ്റിമീറ്റർ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? അപ്പോൾ 16.43 കിട്ടാൻ 14.32 നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് മൈനസ് ചെയ്താൽ മതി. റിക്വയർഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 16.43 മൈനസ് 14.32. അപ്പം 16.43 എന്ന് പറയുമ്പം എന്താ ചെയ്യേണ്ടത്? 16,1643/100. ഇനി ഇതോ 1432/100, അതായത് പോയിൻറ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1643/100 മൈനസ് 1432/100. ഓക്കെ, അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 211/100 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2 സീറോസ് ആണുള്ളത്. അപ്പം നമുക്ക് 2 പ്ലേസ് മാറ്റിയിടാം. അപ്പം 2.11 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ പ്രോബ്ലംസ് ചെയ്തു. ഇനി നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.